ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖല്ലേ? നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിന്ന് ഇറ്റ് മേ ബി എന്തായിരിക്കും ലാസ്റ്റ് സെഷൻ ആയിരിക്കും കേട്ടോ. സോ നമ്മുടെ BCRന്റെ ലാസ്റ്റ് സെഷനാണ് നമ്മുടെ നടത്താൻ പോകുന്നത്. സോ എന്താണ് നമ്മുടെ പാസീവ് ആക്റ്റീവ് അല്ലേ? നമുക്ക് അതാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ള. ആക്റ്റീവിനെ പാസീവ് ആക്കാൻ വേണ്ടിയുള്ള ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ടെൻസ് ഒക്കെ കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ട് വിചാരിക്കുന്നു. സോ ഇതാണ് BCRന്റെ എന്താ ലാസ്റ്റ് സെഷൻ. സോ നമുക്ക് ഇതൊരു മാർവേഴ്സ് ആക്കി മാറണം അല്ലേ? സോ മാക്സിമം എല്ലാവരും ഫോക്കസ് ചെയ്യുക. അക്കൗണ്ട്സ് പഠിക്കുന്നവരുണ്ടാവും, ബട്ട് ഇന്നുകൂടി നിങ്ങൾ വേറെ സബ്ജക്ട് പഠിക്കാവുള്ളൂ. നാളെ നിങ്ങൾക്ക് എക്സാം അല്ലേ മക്കളെ? 31st വന്നാലേ അല്ല 30. നാളെ എന്ത് ചെയ്യാ, നിർബന്ധമായിട്ടും അക്കൗണ്ട്സ് തന്നെയായിരിക്കണം പഠിക്കണേ. ഇന്നിപ്പം ഈ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെച്ചിട്ട് 31st വന്ന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഈ വീഡിയോ എടുത്ത് കണ്ടാലും മതി. കാരണം 29, 30 നിങ്ങൾ 2 ദിവസം കൂടി വീഡിയോ എന്ത് ചെയ്യണം, അക്കൗണ്ട്സിന് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 4 എന്തായാലും നമ്മള് 17-ാം തീയതി ആയിരുന്നു എടുത്തത്. കാണാത്തവർ എന്ത് ചെയ്യാം, ചാനലിൽ കയറി കാണും കേട്ടോ. നമ്മുടെ ചാപ്റ്റർ നേരത്തെ 29/12/2023 ആണല്ലോ. ഓക്കെ, ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ പാസീവ് വോയിസ് അല്ലേ? പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് പ്രധാനം? നമുക്ക് ഒബ്ജക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ്. എ സെന്റൻസ് which start with subject ആണെങ്കിൽ എന്ത് വരും? സ്റ്റാർട്ട് വിത്ത് സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ ഈസ് കോൾഡ് എന്താണ്? ഈസ് കോൾഡ് ആക്റ്റീവ് എന്ന് പറയും. സ്റ്റാർട്ട് വിത്ത് സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആക്റ്റീവ് എന്ന് പറയും. And where a sentence start with എന്താണ്? ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഈസ് കോൾഡ് പാസീവ്. ഓക്കെ, മനസ്സിലാവും. സെന്റൻസ് സ്റ്റാർട്ട് വിത്ത് ഒബ്ജക്റ്റ് ആണെങ്കിൽ പാസീവും, സെന്റൻസ് സ്റ്റാർട്ട് വിത്ത് സബ്ജക്റ്റ് ആണെങ്കിൽ ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഏതൊക്കെ ടെൻസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പാസീവ് ആക്കാൻ പറ്റുന്ന സെന്റൻസ്? ഏതൊക്കെ സെന്റൻസ് നമുക്ക് പാസീവ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താണ് only the following 8 tense forms have എന്താണ് പാസീവ് ഫോംസ്. ഈ ടെൻസിൽ 8 ഫോംസ് മാത്രമേ എന്തുള്ളൂ, നമുക്ക് പാസീവ് ഫോം ഉള്ളൂ. ഓക്കെ, പാസീവ് ഫോം ഉള്ള എന്താണ്? ഈ 8 മാത്രമാണ്. ഏതൊക്കെയാണ് 8? നോക്കാം. ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന് എന്തുണ്ട്? നമുക്ക് സിമ്പിൾ പ്രസന്റിന് നമുക്ക് പാസീവ് ഫോം ഉണ്ട്. സെക്കൻഡ് വൺ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിന് എന്തുണ്ട്? കണ്ടിന്യൂസ്, അതിന് പാസീവ് ഫോം ഉണ്ട്. 3 എന്താണ്? പ്രസന്റ്
പെർഫെക്റ്റിനും എന്തുണ്ട്? നമുക്ക് പാസീവ് ഫോം ഉണ്ട്. അടുത്ത് 4 എന്താണ്? സിമ്പിൾ പാസ്റ്റ് പാസീവ് ഫോം ഉണ്ട്. 5ാമത്തെ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് എന്തുണ്ട്? നമുക്ക് പാസീവ് ഫോം ഉണ്ട്. 6th വൺ എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിന് നമുക്ക് എന്തുണ്ട്? പാസീവ് ഫോം ഉണ്ട്. 7ാമത്തെ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിനും ഉണ്ട്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ. 8 ഫ്യൂച്ചർ പെർഫെക്റ്റിനും നമുക്ക് എന്തുണ്ട്? പാസീവ് ഫോം ഉണ്ട്. അങ്ങനെ ഈ എന്താണ് 8 എണ്ണത്തിലാണ് മൊത്തത്തിൽ എന്തുള്ളത്? പാസീവ് ഫോം ഉള്ള. ഈ 8 എണ്ണം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താണ് പറ്റുള്ളൂ? ഇത് 3 ഉണ്ടെങ്കിൽ കൺവേർട്ടഡ് ടു എന്താണ്? പാസീവ് ആക്കാൻ നമുക്ക് പറ്റും. കൺവേർട്ടഡ് ടു പാസീവ് ആക്കാൻ പറ്റും. ഈ സെന്റൻസ് ഇതിലാണ് സെന്റൻസ് തന്നിരിക്കുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാസീവ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് പറ്റില്ലാത്ത ഏതാ ഉള്ളത്? എന്താണ്? നോട്ട് ഏബിൾ ടു കൺവേർട്ട് പാസീവ്. 8 അവിടെ ഉണ്ടല്ലോ. സോ ബാക്കി 4 മൊത്തം 4 നമുക്ക് 12 ഉള്ളു. സോ ബാക്കി 4 ഏതൊക്കെയാണ് 4? ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് സോറി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 എന്ത് പറ്റില്ല? നമുക്ക് പാസീവ് ആക്കി മാറ്റാൻ പറ്റില്ല. ഇതിലാണ് ആക്റ്റീവ് സെന്റൻസ് ആണെങ്കിൽ പാസീവ് കാണാൻ പറ്റില്ല. ഓക്കെ, ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടെൻസ് വൈസ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോന്നും തീരുമാനിക്കാം അല്ലെ? ഒന്നാമത്തെ ഐ റൈറ്റ്. അടുത്ത് നോക്കാം. ഒരു മിനിറ്റ്, എല്ലാം വരുമല്ലേ? പുതിയൊരു ഓക്കെ, എന്താണ് പറഞ്ഞോണ്ട്? ടെൻസ് വൈസ് ക്വസ്റ്റ്യൻസ് അല്ലെ? ടെൻസ് വൈസ് ടെൻസ് വൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ടെൻസ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്താ നോക്കാം? ഐ റൈറ്റ് എ ലെറ്റർ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഐ റൈറ്റ് എ ലെറ്റർ. എന്താണ്? സിമ്പിൾ പ്രസന്റ് അല്ലേ? സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ഏതാണ്? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് വെർബ് എന്താണ്? ഒബ്ജക്റ്റ്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങോട്ട് എഴുതണം. നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്
ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ഓർ ആം പ്ലസ് v3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതാണല്ലോ നമ്മുടെ ഫോം. സോ എങ്ങനെ എഴുതും? ഒബ്ജക്റ്റ് ആദ്യം എഴുതുക. സോ നമ്മൾ എങ്ങനെ എഴുതും? എ ലെറ്റർ അല്ലേ? എ ലെറ്റർ ഈസ് എന്താണ്? റിട്ടേൺ v3 റിട്ടേൺ. റിട്ടേൺ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബൈ. പിന്നെ എന്താണ്? സബ്ജക്റ്റ് മീ. ഐ മാറ്റി മീ ആക്കി. ഇതാണ് എന്താ? പാസീവ് സെന്റൻസ് അല്ലേ? അപ്പൊ ആക്റ്റീവ് സെന്റൻസിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി. ടെൻസ് വൈസ് പൊസിഷനിൽ നമ്മള് സിമ്പിൾ പ്രസന്റിനുള്ളത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി പാസീവ് സെന്റൻസിലേക്ക് മാറ്റാൻ പറ്റിയുള്ള ഫോർമുല എന്താണ്? ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ആർ ഓർ ആം പ്ലസ് വെർബ് 3 അല്ലെ? v3 ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. സെക്കൻഡ് എന്താണ്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ ലെറ്റർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ്? ഇത് സബ്ജക്റ്റ്, എന്താണ്? വെർബ്, എന്താണ്? ഒബ്ജക്റ്റ്. ഏതാണ്? നമുക്ക് വരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ ഫോം എന്താ? നമുക്ക് ഫോം എന്ത് വരും? ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഈസ് ആറ് ഓർ ആം പ്ലസ് എന്ത് ചെയ്യാ? ബീൻ ചേർക്കുക. അതിനുശേഷം എന്ത് ചെയ്യാ? v3 ഫോം. v3 കഴിഞ്ഞ് എന്ത് ചേർക്കണം? ബൈ വരണം പ്ലസ് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യമേ ഒബ്ജക്റ്റ് അല്ലേ? സോ എന്ത് ചെയ്യും? എ ലെറ്റർ അല്ലെ? എ ലെറ്റർ ഈസ് ബീങ് റിട്ടേൺ ബൈ ആരാണ്? മീ. ഓക്കെ, സെന്റൻസ് മാറ്റി മനസ്സിലായി. നോക്കിയേ, ഒബ്ജക്റ്റ് വന്നു, ഈസ് ഓർ ആർ ആം വന്നു, അത് കഴിഞ്ഞിട്ട് ബീൻ ചേർത്തു, അത് കഴിഞ്ഞ് v3 ഫോം, അത് കഴിഞ്ഞിട്ട് ബൈ വന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് വന്നപ്പോ നമുക്ക് എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? സോ അത് കഴിഞ്ഞ് വെർബ് വന്നു, ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? പ്രസന്റ് കണ്ടിന്യൂസ് മനസ്സിലായി. സോ നമ്മൾ അങ്ങോട്ട് മാറ്റി, നമുക്ക് ഇപ്പഴത്തേക്ക് മാറ്റാൻ പറ്റി അല്ലേ? ഇനി ഇതിനു വേണ്ടി ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. എന്താണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതിന്റെ ഫോം ഓക്കെ. ഏതാണ് ഫോം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? അല്ല, കണ്ടിന്യൂസ് അല്ലേ? സോറി മായ്ക്കാനുള്ള ഓപ്ഷൻ. അല്ലേ? സോറി കേട്ടോ. എന്തിയാ ഇവിടെ വരുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? പ്രസന്റ് വരല്ല. ഓക്കെ, ഇവിടെ വരുന്ന എന്താണ് വരേണ്ടത്? ഇവിടെ വരുമ്പോൾ നമ്മൾ ചേർക്കുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് v3 ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഈ രീതിയിൽ എഴുതിയാൽ മതി.
ഇവിടെ ഇപ്പൊ എങ്ങനെ വരും? നമുക്ക് വരുമ്പോ എ ലെറ്റർ എന്താണ് ഹാസ് വന്നു, അത് കഴിഞ്ഞിട്ട് ബീൻ B3 റിട്ടേൺ എന്താണ് ബൈ മീ, എന്താണ് ബൈ മീ, റിട്ടേൺ ബൈ മീ. മനസ്സിലായോ? ഒബ്ജക്റ്റ് വന്നു, ഹാസ് ഓർ ഹാവ് വന്നു, ബീം വന്നു, B3 ഫോം വന്നു, അത് കഴിഞ്ഞിട്ട് ബൈ. എന്താണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ എന്താ പ്രധാനമായിട്ടും B3 ഫോം അല്ലേ? B3ക്ക് ആഫ്റ്റർ എന്താണ് ബൈ ആണ് ഒരു 98% കാര്യങ്ങൾ കേട്ടോ. നോട്ട് പോലെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെർഫെക്റ്റ് ടെൻസ് വരുമല്ലോ. പെർഫെക്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കും? ബീൻ ചേർക്കും. പ്രസന്റ് ടെൻസ് നമ്മൾ എന്ത് ചേർക്കും? ബീൻ ചേർക്കും. പെർഫെക്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ കണ്ടോ ബീൻ ചേർത്തേക്കണേ? സോറി. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം അല്ലേ? 4 I wrote a letter. ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. എന്താണ്? സബ്ജക്റ്റ്, വെർബ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ്. ഇവിടെ നമുക്ക് ഇതിന്റെ ഫോം എന്താ? ഓക്കെ, ഇതിന്റെ ഫോം എന്താ മക്കളെ? ഇതിന്റെ ഫോം നമ്മൾ ഇതിനെ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് B3 ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതെല്ലാം സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റ്. അപ്പൊ എന്താ എഴുതുന്ന ഇതും ആദ്യം ഒബ്ജക്റ്റ് എഴുതണം. ഒബ്ജക്റ്റ് എന്താ? എ ലെറ്റർ. വാസ് ഓർ വെയർ, വാസ് എന്ത് ചേർക്കണം? B3 ഫോം. B3 ഫോം എന്ന് പറയുമ്പോൾ റിട്ടേൺ. പിന്നെന്താ? ബൈ മീ. മനസ്സിലായോ? അഞ്ചാം നോക്കാം. എന്താണ്? ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഞാനാണ് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതിന്റെ ഫോം നമുക്ക് നോക്കാം. എഴുതാം. ഓക്കെ, നോക്കാം. എന്ത് ചെയ്തും? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീൻ പ്ലസ് B3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് എന്താ ഇതിന്റെ ഫോം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്താണ്? എ ലെറ്റർ അല്ലേ? എ ലെറ്റർ വാസ് ഓർ വെയർ വാസ് എന്ത് ചേർക്കും? ബി. പിന്നെ B3 ഫോം റിട്ടേൺ അല്ലേ? റിട്ടേൺ ബൈ മീ. I had written എന്താണ്? എ ലെറ്റർ. എന്താണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതിന്റെ ഫോം ഇതേതാ? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ ഇപ്പൊ ബീം വരുമെന്നോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് B3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. കണ്ടോ? ഇവിടെ എല്ലാം B3ക്ക് ശേഷം എന്താ വന്നേക്കണേ? ബൈ അല്ലേ വന്നേക്കണേ? ഓക്കെ, നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഏതിനാ? എ ലെറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാഡ് ബീൻ B3 റിട്ടേൺ
പിന്നെ by me, written by me. ഓക്കെ, മനസ്സിലായോ? B3 കഴിഞ്ഞാൽ by ആണ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ എന്താണ്? ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്താണ് തന്നെ? സിമ്പിൾ ഫ്യൂച്ചറിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇത്ര എഴുതിയ ഫോമിൽ തന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഫോം. ഓക്കെ, എന്താണ്? ഐ വിൽ റൈറ്റ് എ ലെറ്റർ. ഐ വിൽ റൈറ്റ് എ ലെറ്റർ. ഐ വിൽ റൈറ്റ് എ ലെറ്റർ അല്ലേ? എന്നാ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അതിന്റെ ഫോം സിമ്പിൾ ഫ്യൂച്ചർ ആയിരുന്നു അല്ലേ? സോ ഇവിടെ എങ്ങനെ വരും? ഒബ്ജക്റ്റ് വരിക പ്ലസ് വിൽ ഓർ ഷാൾ വരിക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ബീൻ ചേർക്കും, ബി വരിക പ്ലസ് V3 ഫോം വരിക. V3 കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞേ? ബൈ വരും. ബൈ വന്നു കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് ആണല്ലോ. സോ ആ ഫോമിൽ എന്ത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് പറഞ്ഞാൽ എന്താ മക്കളുടെ? ലെറ്റർ അല്ലേ? ഇത്രയും കേസ് നമ്മൾ പറയാം. എക്സാമ്പിൾ എടുത്തോണ്ട് നമുക്ക് ഒബ്ജക്റ്റ് ബാക്കിയായില്ലേ? ഒബ്ജക്റ്റ് ആയ ലെറ്റർ. പിന്നെന്താ? വിൽ ഓർ ഷാൾ ചേർക്കും. ഇവിടെ എന്ത് ചേർക്കാൻ പറ്റുന്നത്? എ ലെറ്റർ വിൽ അല്ലേ? എ ലെറ്റർ വിൽ ബി റിട്ടേൺ ബൈ മീ. A letter will be written by me. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോൾ എന്താ ചേർക്കണ്ടേ? സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പം നമ്മൾ ചേർക്കേണ്ടത് ബീനാണ്, നോട്ട് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ബി ചേർക്കണം. നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് ടെൻസ് അല്ലെ? നമ്മൾ ഇതിന്റെ അകത്തെ ലാസ്റ്റ് ടെൻസ് 8. I shall have written a letter. എന്താണിത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെ എഴുതും? ഒബ്ജക്റ്റ് പ്ലസ് will or shall plus have been plus V3 form plus by plus subject. ഓക്കെ, ഇവിടെ ഇപ്പൊ എങ്ങനെ വരും? ഒബ്ജക്റ്റ് എന്താ? എ ലെറ്റർ അല്ലേ? സോ എ ലെറ്റർ. ഇതെന്ത് വരും? വിൽ ഓർ ഷാൾ വരും. വിൽ വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ഹാവ് ബീൻ. അതേപോലെ ഇതാണ് പ്ലസ് എന്താണ്? റിട്ടേൺ അല്ലേ? V3 ഫോം എന്ന് പറയുന്നത് റിട്ടേൺ എന്താണ്? പിന്നെ ബൈ മീ. A letter will have been written by me. എന്ത് ചെയ്യുന്നുണ്ട്? 8 കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആക്കുന്നുണ്ട് അല്ലേ? ഇത്രയാണ് എന്താ പ്രധാനമായിട്ടും 8 കേസസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ അടിക്കാൻ വെച്ചാൽ ടൈം കിട്ടില്ല, നമുക്ക് ഒത്തിരി നമുക്ക് സമ്മറി കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കട്ടെ. ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്. നമുക്ക് ഓരോന്ന് വരുമ്പം ചില കാര്യങ്ങൾ മാത്രം വേണ്ടി ഉള്ള പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്കത് എത്ര പോയിന്റ്സ് ഉണ്ട്? നമുക്ക് 19 അടുത്ത് പോയിന്റ്സ് ഉണ്ട് അല്ലേ?
indirect. Okay. നോക്കാം. ഇമ്പോർട്ടന്റ് റൂൾസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് റൂൾസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് റൂൾസ്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ആക്റ്റീവ് ഒബ്ജക്റ്റ് പാസീവ് സബ്ജക്റ്റ് ആയി വന്നാൽ എന്താണ്, ആക്റ്റീവ് സബ്ജക്റ്റ് പാസീവ് ഒബ്ജക്റ്റ് ആയി മാറും എന്നുള്ള കാര്യം. ഇപ്പൊ എക്സാം നോക്കാം. എന്താണ്, ഐ പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ മീ. എന്താണ്, എ ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ മീ. ഓക്കെ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. എ ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ മീ. ഇവിടെ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് നോക്കുക. എന്താ, ആക്റ്റീവ് ഒബ്ജക്റ്റ് പാസീവ് സബ്ജക്റ്റ് ആയി. അങ്ങനെയാകുമ്പോ ആക്റ്റീവ് സബ്ജക്റ്റ് എന്താവും, പാസീവ് ഒബ്ജക്റ്റ് ആയി മാറും എന്നുള്ള കാര്യം. ഓക്കെ, വോയിസ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, രണ്ടാമത് നോക്കാം. ഓക്കെ, രണ്ടാമത് എന്താണ്, ഒരു എക്സാമ്പിൾ നോക്കിട്ട് പോവാം അല്ലെ. ചിൽഡ്രൻസ് പ്ലേഡ് ബാസ്കറ്റ്ബോൾ. ചിൽഡ്രൻസ് പ്ലേ എന്താണ്, ബാസ്കറ്റ്ബോൾ. അപ്പൊ എങ്ങനെ വരും, ബാസ്കറ്റ് ബോൾ വാസ് പ്ലേഡ് ബൈ ചിൽഡ്രൻസ്. ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ ഇത് പഠിപ്പിക്കുമ്പോൾ ഈ സ്ക്രീൻ. സോ ഈ സ്ക്രീൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് നോട്ട്സ്, ഇമ്പോർട്ടന്റ് റൂളിന്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, ഇവിടെ എന്താണ്, ബാസ്കറ്റ്ബോൾ വാസ് പ്ലേഡ് ബൈ ചിൽഡ്രൻസ് പ്ലേഡ് ബൈ ചിൽഡ്രൻസ് പ്ലേഡ് ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാക്കും, ബാസ്കറ്റ്ബോൾ വാസ് പ്ലേഡ് ബൈ ചിൽഡ്രൻസ്. ദ ഹോഴ്സ് നെവർ കിക്സ്. ഹോഴ്സ് നെവർ കിക്സ്. ഇവിടെ എന്താണ്, നോ പാസീവ് ഫോം ഇല്ല അതിന് അല്ലേ. ബിക്കോസ് പാസീവ് ലോയിലേക്ക് മാറ്റുമ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്താണ്, അവശേഷിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റിന് അത്രമേൽ വിശ്വാസം അല്ലെങ്കിൽ അത്രമേൽ പറ്റാത്ത ഫോമിൽ ഒബ്ജക്റ്റ് എങ്കിൽ തന്നെ വെർബ് എന്താവും, ഇൻട്രാൻസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ ഫോംസിന്റെ 6 ഫോംസ് ആണ് ഉള്ളത്. ഓക്കെ, സ്പെഷ്യൽ പാസീവ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയേക്കുന്ന ഷീ വുഡ് ഹെൽപ്പ് മീ. ഷീ വുഡ് എന്താണ്, ഹെൽപ്പ് മീ ആക്റ്റീവ് വോയിസ് ആണ്. പാസീവിലേക്ക് എത്തുമ്പോൾ ഐ വുഡ് ബി ഹെൽപ്ഡ് ബൈ എന്ന് വരും. ഐ വുഡ് ബി ഹെൽപ്ഡ് ബൈ ഹെർ എന്ന് പറയും. ഐ വുഡ് ബി ഹെൽപ്ഡ് ബൈ
hair. ഇവിടെ എന്താണ് ഐ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താണ് സബ്ജക്റ്റ് ആണ് അല്ലെ. പാസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ഐ വുഡ് ബി ഹെൽപ്ഡ് ബൈ ഹെയർ. സ്പെഷ്യൽ കേസിന്റെ കേസാണ്. എന്താണ് ചെയ്യപ്പെടുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ സബ്ജക്ട് പ്ലസ് എന്താണ് വുഡ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ എന്താണ് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ബീൻ ചേർക്കും എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സൈഡിൽ നിന്ന് മൊത്തം ആക്റ്റീവും ഈ സൈഡിൽ നിന്ന് പാസീവ് ആയിരിക്കട്ടെ താഴത്തോട്ടാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഷീ വുഡ് എന്താണ് ഹെൽപ്പ് മീ. ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ ഐ വുഡ് എന്താണ് ബീൻ ഹെൽപ്ഡ് ബൈ ഹെയർ പാസീവിലേക്ക് മാറ്റുമ്പോൾ. ഓക്കെ, അതെങ്ങനെയാണ് ഐ ആണല്ലോ വുഡ് ബീൻ പാസ്റ്റ് പാർട്ടിസിപ്പൽ എന്താണ് ഹെൽപ്ഡ് ബൈ ഹെയർ എന്ന് പറയും അല്ലെ. B3 പ്ലസ് ബൈ പ്ലസ് എന്താണ്. ഓക്കെ, സെക്കൻഡ് ഫോം നോക്കാം. സബ്ജക്ട് പ്ലസ് ഷുഡ് പ്ലസ് ബീൻ പ്ലസ് എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ. എങ്ങനെ വരാം ചെയ്യപ്പെടണം എന്നുള്ള കാര്യമാണ് അവിടെ വരുന്നത്. ചെയ്യപ്പെടണം എന്ന് വരുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിന് യു ഷുഡ് ഡു ഇറ്റ്. നീ എന്ത് ചെയ്യണം അത് ചെയ്തിരിക്കണം. അതെന്താണ് ആദ്യമേ സബ്ജക്റ്റ് ചേർക്കുക. അപ്പം ഇറ്റ് ഷുഡ് എന്താണ് ബി ഇറ്റ് ഷുഡ് ബി എന്താണ് ഡൺ ബൈ യു. മൂന്നാമത്തെ ഫോം സബ്ജക്ട് പ്ലസ് ക്യാൻ പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ. ഇവിടെ എങ്ങനെ വരാം ചെയ്യപ്പെടാൻ കഴിയും എന്നുള്ളത് അല്ലെ. ഇറ്റ് ക്യാൻ ടേക്ക് ഇറ്റ് ക്യാൻ ടേക്ക് ഇറ്റ്. അപ്പൊ എങ്ങനെ എഴുതും ഇറ്റ് ക്യാൻ ബി എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ അല്ലേ. അപ്പം ടേക്കൻ ബൈ മീ ഇമ്പോർട്ടന്റ് റൂൾസ് ആണ് അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസ് ആണ് കേട്ടോ. അടുത്ത് നാലാമത്തെ ഫോം സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ബീൻ പ്ലസ് എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പൽ. എങ്ങനെ ചെയ്യപ്പെടാൻ കഴിഞ്ഞു ഉള്ള കാണിക്കാൻ വേണ്ടി he could manage it. എങ്ങനെ എഴുതും നമ്മള് it could be എന്താണ് managed by him. managed by him. 5 subject plus may plus been plus എന്താണ് past participle. ഇങ്ങനെ ചെയ്യപ്പെട്ടേക്കും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. സോ ഇവിടെ എന്തരും she may drive the car. the car may be എന്താണ് driven by her. ഈ ഫോമിനോട്ട് തരുന്ന പാസ്റ്റിലേക്ക് മാറ്റുമ്പോ. ഓക്കെ, ലാസ്റ്റ് സ്പെഷ്യൽ കേസിന് ലാസ്റ്റ് എന്താണ്
subject plus might plus been plus എന്താണ് past participle. ഓക്കെ, past participle ചെയ്യപ്പെട്ടേക്കാം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതാണ് he might ആണ് steal it ഇങ്ങനെ എഴുതും നമ്മളെ. it might എന്താണ് be stolen by him. നമ്മൾ ചെയ്തേക്കാം. ഇത്രയാണ് എന്താ സ്പെഷ്യൽ കേസസ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 കേസസ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് അടുത്ത പോയിന്റ് വെച്ചാൽ പാസീവ് വോയിസ് V3 ആവുമ്പോൾ പാസീവ് വോയിസ് V3 ആവുമ്പോൾ പാസീവ് വോയിസ് V3 ഫോമിലാവുമ്പോൾ എന്താണ് മിക്കവാറും എന്ത് വേണം, നമ്മൾ ബൈ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് റൂൾസിൽ പെട്ടത് കേട്ടോ. അതുപോലെ തന്നെ ഒരു സെന്റൻസില് 2 ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ എന്താണ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടെങ്കിൽ അവ രണ്ടും ഉപയോഗിച്ച് എന്താണ് പാസീവ് എഴുതണം. രണ്ടും ഉപയോഗിച്ച് എന്ത് ചെയ്യണം നമ്മള് പാസീവ് എഴുതാൻ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ആണെങ്കിൽ I gave him a pen. ഇതിൽ I എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഗേവ് വെർബാണ്, ഹിം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, എ പെൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. I gave him a pen. ഞാൻ എന്ത് കൊടുത്തു? എന്ത് കൊടുത്തേ? പെൻ. ഇതെന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ടു ഹൂം എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലെ, അവന്. അപ്പം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇത് രണ്ടും ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാൻ. എങ്ങനെ എഴുതും? He was given a pen by me. ഇവിടെ എന്താ എഴുതിയത് ആദ്യമേ? ഹിം അല്ലെ, ഇൻഡയറക്റ്റ്. വാസ് ഗീവൻ, ഗേവിന്റെ ഗീവൻ എ പെൻ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ബൈ മീ. ഓക്കെ, മനസ്സിലായോ? ഒരു സെന്റൻസ് 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവ രണ്ടും ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മള് പാസീവ് എഴുതാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആക്റ്റീവ് വോയിസിന്റെ എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്താണ് ആരംഭിക്കുന്നത്? സ്റ്റാർട്ട് വിത്ത് എന്താണ്? സ്റ്റാർട്ട് വിത്ത് വെന്, വേറെ, വിച്ച്, വാട്ട്, വൈ, ഔ, വില്ല്, ഷാല്, മെയ്യ, കം, ക്യാന്, ഹാർഡ്. ഇവയിൽ ഒന്നാണെങ്കിൽ തുടക്കമെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബീയിങ് പൊസിഷൻ എന്തുണ്ടാവില്ല? പൊസിഷന് മാറ്റം ഉണ്ടാവില്ല കേട്ടോ, മാറ്റമില്ല. ഓക്കെ, ഒരു നോട്ടാണ്. അടുത്തൊരു ചോദ്യം വെച്ചാൽ ആക്റ്റീവ് വോയിസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആരംഭിക്കുന്നത് ഹു ആണെങ്കിൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബൈ ഹു ആക്കി മാറ്റണം. സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആക്റ്റീവ് വോയിസിന്റെ
ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ സ്റ്റാർട്ട് എന്താണ്? ഹു ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കണം? പാസീവിലേക്ക് മാറ്റുമ്പോൾ ബൈ ഹും ആയിരിക്കണം. ബൈ ഹും ആയിരിക്കണം മാറ്റണം. തുടർന്ന് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? തുടർന്ന് എന്ത് ചെയ്യണം? തുടർന്ന് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? എഴുതണം. അതേ ടെൻസിൽ ഒബ്ജക്റ്റ് നോക്കി ആയിരിക്കണം. ഏത് ഒബ്ജക്റ്റിന്റെ ടെൻസ് നോക്കി തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിന്റെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഹും ആണെങ്കിൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ഹു ചേർക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കിട്ടുന്നില്ല ജസ്റ്റ് റിപ്പീറ്റ് ബാക്കോട്ട് അടിക്കുക, എന്നിട്ടൊന്ന് പ്ലേ ചെയ്യുക കേട്ടോ. ആക്റ്റീവ് വോയിസ് എന്താണ്? ആക്റ്റീവ് വോയിസ് എന്താണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണ്? ഹാസ് ഓർ ഹാവ് ആരംഭിച്ചാൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കേൾക്കണം? ഹാസ് ഓർ ഹാവിൽ ആരംഭിക്കാം. ഓക്കെ. ഇതിൽ എന്താണ് എന്ന് തീരുമാനിക്കുന്ന ഒബ്ജക്റ്റ് നോക്കിയായിരിക്കണം. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് നോക്കിയായിരിക്കണം. ഒബ്ജക്റ്റ് എന്തായാലും സിംഗിൾ ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവും. സിംഗിൾ ഫോം ആണെങ്കിൽ എന്താണ്? ഹാസ്, പ്ലൂറൽ ഫോം ആണെങ്കിൽ ഹാവ്. ഓക്കെ. ഓക്കെ. അടുത്തെന്ന് വെച്ചാൽ ആക്റ്റീവ് വോയിസ് തുടങ്ങുന്ന എന്താണ്? വില്ല്, ഷാല്, കുഡ്, ഷുഡ്, ക്യാന്, വുഡ്, മസ്റ്റ്, ought to, used to. ഇവ വന്ന എന്താണ്? പാസീവിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പാസീവിലേക്ക് മാറ്റുമ്പോൾ ബി പ്ലസ് V3 ഫോം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇവ വന്ന എന്താണ്? പാസീവ് വോയിസിൽ ബി പ്ലസ് V3 ഫോം ഉപയോഗിക്കണം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സാർ, സബ്ജക്റ്റ് അൺഇമ്പോർട്ടന്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ എന്ത് ചെയ്യണം? ബൈ പ്ലസ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ പ്ലസ് സബ്ജക്റ്റ് ചേർത്ത് വേണം. ഓക്കെ. ഇത് എന്ത് ചെയ്യണം? ചേർക്കേണ്ട. ഓക്കെ. നോട്ട് വാണ്ടഡ്. ബൈ പ്ലസ് സബ്ജക്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നോട്ട് വാണ്ടഡ്. ഓക്കെ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ എത്രാമത്തെ പോയിന്റ് ഞാൻ നമ്പർ ഇടാത്ത നമ്പർ പോയിട്ടോ. എന്താണ്? ഒരു സെന്റൻസിന്റെ എന്താണ്? വുഡ്, ഷാല, അല്ല സോറി, പക്ഷെ ആരെടുത്ത് വെച്ചു ചൊമ്പ് കാണാനില്ല. ഓക്കെ. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, മസ്റ്റ്, ക്യാന്, മേയ, ഇത്ര വന്നിട്ട് എന്താണ്? പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഇൻ ദ ആക്റ്റീവ് വോയിസ് ഷുഡ് ബി. The active voice should be change into എങ്ങനെയാണ്?
നമ്മള് would, should, could, might, must, can, may പ്ലസ് എന്ത് ചെയ്യണം had been ചേർക്കണം. അത് കഴിഞ്ഞിട്ട് V3 ഫോം ഇൻ ദ പാസീവ് വോയിസ്. ഈ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഹാവ് ബീൻ ചേർത്തിട്ട് വേണം V3 എഴുതാൻ പാസീവ് വോയിസിലോട്ട് പോകുമ്പോ കേട്ടോ. ഓക്കെ, let പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഇതെന്താണ് പോസിറ്റീവ് സെന്റൻസ് അല്ലെ. അത് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിലോ ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ലെറ്റ് പ്ലസ് ചേർത്തിട്ട് നോട്ട് ചേർക്കുക പ്ലസ് ഒബ്ജക്റ്റ് ചേർക്കുക പ്ലസ് ബി ചേർക്കുക പ്ലസ് V3 ചേർക്കുക. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതാം എക്സാമിനാണെങ്കിൽ ഡു നോട്ട് ഓപ്പൺ ദ ഡോർ ഇങ്ങനെയാണ് നടക്കുന്നത്. നെഗറ്റീവ് സെന്റൻസ് ആണ് ഡു നോട്ട് ഓപ്പൺ ദ ഡോർ എന്നല്ലേ. സോ എങ്ങനെ ചെയ്യണം ലെറ്റ് ചേർക്കുക അത് നോട്ട് ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് അല്ലേ ദ ഡോർ ചേർക്കുക എന്താണ് ഡോർ ചേർത്ത ശേഷം ബി പിന്നെ V3 ഫോം ഓപ്പൺ ഓപ്പൺഡ് ലെറ്റ് നോട്ട് ദ ഡോർ ബീൻ ഓപ്പൺ. ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഫോമിലും നെഗറ്റീവ് ആകുമ്പോൾ ഈ ഒരു ഫോമിലും വേണം. അല്ല പോസിറ്റീവ് ആകുമ്പോൾ ഈ ഫോമിലും നെഗറ്റീവ് ആകുമ്പോൾ ഈ ഫോമിലേക്കും നമ്മൾ എഴുതാൻ. ഇംപറേറ്റീവ് സെന്റൻസ് സൂചിപ്പിക്കുന്ന ഒരു അഡ്വൈസോ റിക്വസ്റ്റോ ആണെങ്കിൽ അതിനെ പാസീവിലേക്ക് മാറ്റുമെന്നെങ്കിൽ എന്ത് ചെയ്യണം ലെറ്റ് ഓർ യു ആർ ചേർക്കണം. എന്താണ് ഇംപറേറ്റീവ് സെന്റൻസ് സൂചിപ്പിക്കുന്ന ഒരു അഡ്വൈസോ റിക്വസ്റ്റോ ആണെങ്കിൽ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം ലെറ്റ് ഓർ യു ആർ എന്ന് ചേർക്കണം. ഓക്കെ, ഇംപറേറ്റീവ് സെന്റൻസ് ഒരു സജഷൻ സൂചിപ്പിച്ചാൽ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ഷുഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇംപറേറ്റീവ് സെന്റൻസിനെ ഒരു സജഷനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് പാസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഷുഡ് ഉപയോഗിക്കാം. ഓക്കെ, ഓക്കെ, അത്യാവശ്യം പാസീവ് ആൻഡ് ആക്റ്റീവ് സംഭവം തീർന്നു. ഇനി എന്തിനുള്ള ജസ്റ്റ് ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. നമുക്ക് എന്താണ് ഓക്കെ, നമുക്ക് ഇനി എന്താ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സെന്റൻസ് ആണ് നോക്കാനുള്ളത്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഇൻഡയറക്റ്റ് സ്പീച്ച് ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ നമ്മൾ നോക്കാം ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ
ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന എന്താണ് ഡയറക്റ്റ് സ്പീച്ച്. സ്പീക്കർ പറയുന്ന രീതിയിൽ പറയുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന കാര്യം എന്തായാലും ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുവാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ വേറൊരുത്തം പറയുമ്പോൾ എന്താ പറയും, വേറെ ആൾ പറയുമ്പോൾ ദേവാനന്ദ് അവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ, ദേവാനന്ദ് അവിടെ CA ഫൗണ്ടേഷനുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ് എപ്പോഴും റിപ്പോർട്ടറിന്റെ സൈഡിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന പോലെ ആയിരിക്കും ഇരിക്കണം അല്ലെ, വേറൊരു പേഴ്സൺ വേറൊരു വ്യക്തിയോട് പറയുന്ന പോലെ ഇരിക്കും. ബട്ട് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സ്പീക്കർ തന്നെ സംസാരിക്കുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലേ. സ്വരാജ് സെഡ് ഐ വിൽ ബിക്കം എ CA ആണ് ആയിട്ടുള്ള സംഭവമാണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ ഈ സംഭവം തന്നെ നമ്മൾ എങ്ങനെ സ്വരാജ് സെഡ് ദാറ്റ് ഹി വുഡ് ബിക്കം എ CA. ഡയറക്റ്റിൽ പറയുമ്പോൾ എങ്ങനെയാണ് വന്നേ സ്വരാജ് സെഡ് എന്താണ് ഐ വിൽ ബിക്കം എ CA. ഇത് ഇൻഡയറക്റ്റ് ആകുമ്പോഴോ സ്വരാജ് സെഡ് ദാറ്റ് വന്നേ ദാറ്റ് എന്താണ് ഹി വുഡ് ബിക്കം എന്താണ് a CA. he would become a CA എന്നുള്ള കാര്യം. When a sentence is given in any one of the following type of sentence, we convert into a indirect. ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, when a sentence എന്താണ് is given in any one of the following, നമുക്ക് എന്ത് ചെയ്യാം ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് എന്താണ് അസർട്ടീവ് സെന്റൻസ് 2, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് 3, ഇംപറേറ്റീവ് സെന്റൻസ് 4, എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, റിപ്പോർട്ടിംഗ് വെർബ് എന്താണ് ബി, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് പെർഫെക്റ്റ് given in the following whereas reporter speech എന്തായിരിക്കണം can be given in any tense ആക്കാം. മെയിൻ റൂൾ എന്ന് വെച്ചാൽ when the reporting verb is given simple past എന്താണ് ഒരു സന്ദേഹം സെന്റൻസ് എന്താണ് റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ the following tense of the reporter speech change into the past tense. എന്തുകൊണ്ട് പറഞ്ഞത് പാസ്റ്റ് ടെൻസിലേക്ക് വരണം. സിമ്പിൾ പാസ്റ്റിലാണ് തന്നേക്കണമെങ്കിൽ എന്ത് ചെയ്യണം പാസ്റ്റ് ടെൻസിലേക്ക് റിപ്പോർട്ടർ സ്പീച്ചിനെ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ചേഞ്ച് ടു സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ് എന്ത് ചെയ്യണം സിമ്പിൾ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, he said I study English. അവൻ പറഞ്ഞ എന്താണ് ഞാൻ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് he said I study എന്താണ് ഇംഗ്ലീഷ്. ബട്ട് നമുക്ക് ഇൻഡയറക്റ്റ് പറയുമ്പോൾ he said that he study English. അവൻ പറഞ്ഞത് അവൻ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. he said I study English. he said എന്താണ് I study English എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാറ്റിയപ്പോൾ എങ്ങനെയാണ് he said that he study English എന്ന് പറഞ്ഞ കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരണം പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് റൂൾ കേട്ടോ. ഒന്നാമത്തെ വെച്ചാൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് വേണം ചേഞ്ച് ടു സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 2, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ എന്ത് വേണം പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണം. അതിന് എക്സാമ്പിൾ വെച്ചാൽ he said I am studying English now. അവൻ പറഞ്ഞു ഞാനിപ്പോ എന്താണ് ഇംഗ്ലീഷ് പഠിച്ചോണ്ടിരിക്കുകയാണ്. മാറ്റുമ്പോൾ he said that he was studying English then. ഓക്കെ, എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റിയപ്പോൾ. അടുത്തെന്താണ് she said it is a raining outside. she said that it was raining outside. മാറ്റുന്ന സെന്റൻസ് വ്യത്യാസം ഉണ്ടോ? അടുത്ത മൂന്നാമത്തെ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും മാറ്റുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, he said I have studied English. അവൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. ഇതാക്കുമ്പോഴോ he studied that he had studied English. he said that he had studied English. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റേ he said അവൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് എന്താണ് when the words used by the speaker are reproduced within a
കണ്ടൻസ് മാർക്ക് ഇറ്റ് ഇസ് കോൾഡ് ഡയറക്ട് സ്പീച്ച്. സ്പീക്കറിനാണ് അവന്റെ രീതിയിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. അവൻ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം അവൻ പറഞ്ഞു, ഞാൻ ഭയങ്കര വലിയ എന്താണ് ജാടക്കാരനാണെന്ന് പറഞ്ഞതെന്ന് അവൻ പറഞ്ഞു. അപ്പം വേറെ ആളുകൾ എന്താണ് അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ദേവാനന്ദ് എന്താണ് ജാടക്കാരനാണ് എന്ത് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ടറിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു. മറ്റത് സ്പീക്കർ തന്നെ ആ സെന്റൻസ് റീപ്രൊഡ്യൂസ് ചെയ്യാനാണ് അല്ലേ ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് 4 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. 5 സിമ്പിൾ ഫാസ്റ്റ് ആണെങ്കിൽ, ഫാസ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് വരണം പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് ആണ് സെന്റൻസ്, അതെങ്ങനെ എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. 6 അടുത്ത പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വിചാരിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ചേഞ്ച് ടു എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് നമ്മൾ മാറണം. ഓക്കെ. He said I was studying English. എങ്ങനെ മാറ്റാം നോക്ക്? He said that he had been studying English. അടുത്ത 7 പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ remains unchanged. എന്താണ്? remains unchanged. ഒരു മാറ്റം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് he said I had studied English. അവൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് ആണ് പഠിച്ചത്. He said that he had studied English. രസമൊന്നുമില്ല, ദാറ്റ് ചേർക്കുന്നതിന് മാത്രം അല്ലേ. അടുത്ത 8 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചേർക്കണം? ഓൾസോ എന്താണ്? ഓൾസോ റിമെയിൻസ് അൺചേഞ്ച്. അതിനും മാറ്റമില്ല. ഇതിനൊക്കെ എക്സാമിന് ടെസ്റ്റ് കിടക്കുന്നു കേട്ടോ. നമ്മൾ നോക്കുകയാണെങ്കിൽ he studied I had been studying English. എങ്ങനെ മാറ്റും? he said that he had been studying English. ഒരു ബട്ടൺ പോയിന്റ് നമുക്ക് നോക്കാം. നോട്ട് എന്താണ്? വില്ല് വിൽ എന്താണ്? ഷാൾ മേ ക്യാൻ must to change to would should or would might could are to expected. എന്താണ്? വില്ല് വന്ന എന്താണ്? വില്ല് വന്ന ഉണ്ടാവും. ഓക്കെ. വില്ല് വന്ന് നമ്മളെ ഉണ്ടാക്കും. ഷാല് വന്ന എന്താണ്? ഷാല് വന്ന ഒന്നെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ ഉഡ്. മേ വന്ന മൈറ്റ്. ക്യാൻ വന്ന കുഡ്. ഓക്കെ. മസ്റ്റ് വന്ന നമ്മൾ എന്ത് ചേർക്കും? ഹാർഡ്. മസ്റ്റ് വന്നെങ്കിലോ? ഹാർഡ്. ഓക്കെ. കുറച്ച് കാര്യങ്ങൾക്ക് എന്താണ് നമുക്ക് എക്സംഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഒരു ട്രൂത്ത് ആക്കിയാണ് നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിന് വ്യത്യാസം വരില്ല. അപ്പം ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. എക്സെപ്ഷൻ എന്താണ്? ഒരു സയൻസ് ട്രൂത്ത് ആണ്. ദ സയൻസ് ടീച്ചർ said water boils at 100 degrees Celsius. എങ്ങനെ എഴുതും? The science teacher said, എന്താണ് സയൻസ് ടീച്ചർ said that എന്ത് പറഞ്ഞു? വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. മാറ്റമില്ലാത്ത സ്ഥലല്ലേ. ഹിസ്റ്ററി ടീച്ചർ സെഡ്, സയൻസ് പരമായിട്ടുള്ള ആരും തന്നില്ല, മാറ്റമില്ല, നമ്മൾ പഠിച്ചു. സോ അടുത്ത എന്താണ്? ദ ഹിസ്റ്ററി ടീച്ചർ
എന്താണ് പറഞ്ഞത്? താജ്മഹൽ വാസ് built by ഷാജ് അല്ലേ? എന്താ the history teacher said that എന്താണ് താജ് മഹൽ was built by ഷാജഹാൻ അല്ലേ? ആ സംഭവം സയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തില്ല മാറ്റമില്ല, നമ്മൾ തന്നേക്കുന്ന സംഭവം അതേപോലെ തന്നെ എഴുതും എന്ന് പറയും. ഇനി ഇതാ സയൻസ് സെഡ് എന്താണ്? സയൻസ് സെഡ് എന്താണ്? honesty is the best policy. The sage said that honesty is the best point. Same someone the sage said that honesty is the best policy. വ്യത്യാസമില്ല. അടുത്ത് ഇങ്ങോട്ട് വരാം. 4 the geography teacher ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യാസമില്ലാന്ന് മനസ്സിലായില്ലേ? said that എന്താണ്? the sun rises in the east. വ്യത്യാസം ഇവിടെ എന്ത് സെഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് ചേർക്കും. ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. വ്യത്യാസമൊന്നുമില്ല കേട്ടോ. The physical education teacher said that I get up at 5 o'clock regularly. The physical education teacher said that he get up at എന്താണ് 5 o'clock regularly. പഞ്ചായത്ത് വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം നമ്മൾ സെയിം സംഭവം തന്നെ ചേർക്കുന്നു. മനസ്സിലാക്കി? ഒരു പ്രപഞ്ച സത്യമാണെങ്കിൽ എന്താണ് അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. ഒരു പ്രപഞ്ച സത്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല, ടെൻഷന് മാറ്റം ഉണ്ടാവില്ല കേട്ടോ. പ്രപഞ്ച സത്യം സത്യമാണെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റിൽ മാറ്റുമ്പോൾ ടെൻഷന് റിപ്പോർട്ട് സ്പേസിൽ എന്താണ് ഒരു സമയത്ത് സൂചിപ്പിക്കുന്ന തന്നെയുടെ ആണെങ്കിൽ അതിനെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലും ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നില്ല, ടെൻസിന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഷീ സെഡ് when I lived in India I had no servant. ഞാൻ ഇന്ത്യ താമസിച്ചുകൊണ്ട് പറഞ്ഞില്ല സർവന്റ് ഇല്ല. She said that when she lived in India she had not servant. ഈ ഐ മാത്രം എന്താക്കി? ഷീ ആക്കി. അവളായതുകൊണ്ട് ഷീ ആക്കി. അവനായെങ്കിൽ ഹി സെഡിനായെങ്കിൽ എന്തായനെ? ഹി ഹാഡ് നോട്ട് സർവന്റ് ആയനെ. ഓക്കെ. അപ്പൊ റിപ്പോർട്ട് സ്പേസിൽ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത് തന്നെയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലും ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അത് എക്സെപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ. ഇനി അഡ്വർബ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം അല്ലേ? അഡ്വർബ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇതാണ് ചേഞ്ചസ് ഓഫ് adverb. ഓക്കെ. ഡയറക്റ്റ് പോകുന്നില്ല കേട്ടോ. എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വരുമ്പോ ഡയറക്റ്റ് സ്പേസ് നൗ വന്നാൽ നമുക്ക് ഇൻഡയറക്റ്റിലോട്ട് മാറ്റും. എന്താ? then at the time ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾ എഴുതി എടുത്തോട്ടാ. ലാസ്റ്റ് നൈറ്റിന് വരുമ്പോ എന്താ? ദ നൈറ്റ് ബിഫോർ. ദ നൈറ്റ് എന്താണ്? ബിഫോർ. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്ന ദ ഫോളോയിങ്
വീക്ക്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോളോയിങ് വീക്ക് കേട്ടോ. നെക്സ്റ്റ് വീക്ക് എന്താണ്? ദ ഫോളോയിങ് വീക്ക്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പം ദ ഫോളോയിങ് മന്ത്. നെക്സ്റ്റ് മന്ത് എന്താണ്? ദ ഫോളോയിങ് മന്ത്. അടുത്ത ഡയറക്റ്റ് താരെയാണ്. ദിസ് വരുമ്പം ഇൻഡയറക്റ്റ് എന്തായിരിക്കും? ദാറ്റ്. ഓക്കെ, ദിസ് വരുമ്പം ദാറ്റ്. ഓക്കെ, ദിസ് വരുമ്പം THIS വരുമ്പോ ദാറ്റ്. THESE വരുമ്പോ എന്ത് വരും? ദോസ്. ടുഡേ വരുമ്പം ദാറ്റ് ഡേ. വരുമ്പോ ബിഫോർ വരും. ഹിയർ വരുമ്പോ ദേർ വരും. ടു നൈറ്റ് വരുമ്പോ ദ നൈറ്റ് വരും. ടു നൈറ്റ് ദ നൈറ്റ്. ഓക്കെ, ടുമാറോ വരുമ്പം ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. ദസ് വരുമ്പം THUS വരുമ്പോ എന്താ? സോ വരും അല്ലെങ്കിൽ ഇൻ ദ ഡേ വരും കേട്ടോ. അടുത്ത കം വരുമ്പം ഗോ അല്ലെങ്കിൽ നോട്ട് ഓൾവേസ്. നോട്ട് ഓൾവേസ്. ചേഞ്ച് ടു ചേഞ്ചസ് ഓഫ് എന്താണ്? ഓഴ്സറീസ്. ഓഴ്സറീസിന്റെ ചേഞ്ച് വരുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആണുള്ളത്. ബോക്സ് വരയ്ക്കുക. ഡയറക്റ്റിന്റെ താഴെ ഈസ് ആൻഡ് ആം വരുമ്പോൾ ഇൻഡയറക്റ്റ് എന്തായിരിക്കും? വാസ് ആയിരിക്കും. ഈസ് ഓർ ആം വന്നാൽ വാസ്. ആർ വന്നാൽ വേർ ഓർ വാസ്. ഡു ഓർ ഡസ് വന്നാൽ എന്താണ്? ഡിഡ്. വാസ് ഓർ വേർ വന്നാൽ ഹാവ്. സോറി, വാസ് ഓർ വേർ വന്നാൽ ഹാഡ് ബീൻ. ആർ വന്നാൽ വേർ ഓർ വാസ്. മനസ്സിലായോ? ആറ് വന്നാൽ വേർ ഓർ വാസ് ഓർ വേർ വന്നാൽ ഹാഡ് ബീൻ. ഡു ഓർ ഡസ് വന്നാൽ ഡിഡ്. ഡിഡ് വന്നാൽ ഇപ്പൊ എന്ത് വരും? ഹാഡ് ഡൺ. ഹാവ് വന്നാൽ എന്താണ്? അല്ല, ഹാസ് ഓർ ഹാവ് വന്നാൽ ഹാഡ്. ഹാഡ് വന്നാൽ ഹാഡ്. രണ്ടാട്. വിൽ വന്നാൽ വുഡ്. ഷാല് വന്നാൽ ഷുഡ് ഓർ വുഡ്. മേ വന്നാൽ മൈറ്റ്. ഓക്കെ, ക്യാൻ വന്നാൽ കുഡ്. ഷുഡ് വന്നാൽ ഷുഡ് ഓർ വുഡ്. വുഡ്, മൈറ്റ്, കുഡ്, ought to, used to വന്നാൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. വുഡ്, മൈറ്റ്, കുഡ്, ought to, used to എന്ത് വന്നാലും എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. മസ്റ്റ് വന്നാൽ ഹാർഡ് ടു. മസ്റ്റ് വന്നാൽ എന്താണ്? ഹാർഡ് ടു. ഓക്കെ, പ്രൊനൗൺസിന്റെ ചേഞ്ച്. അടുത്തെന്താണ്? പ്രൊനൗൺസിന്റെ ചേഞ്ച് വന്നാൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് രണ്ട് ബോക്സ് വരയ്ക്കുക. യു വന്നാൽ ഹിം, ഹെയർ, ഹിറ്റ്, ദം. മീ വന്നാൽ ഹിം, ഹെയർ. മീ വന്നാൽ എന്താണ്? ഹിം, ഹെയർ. അസ് വന്നാൽ ദെമ്മ. അവർ വന്നാൽ ദേർ. യുവർ വന്നാൽ ഹിസ്, ഹെയർ, ദേർ, മെയ്. ഹിസ്, മെയർ, ദേർ, മൈ. മൈൻ വന്നാൽ MI. എന്നീ വന്നാൽ എന്താണ്? ഹിസ് ഓർ ഹെയർ. യുവർ വന്നാൽ ഹിസ്, ഹെയർ, ദേർ, മേ. യുവർ വന്നാൽ എന്താണ്? ഹിസ്, ഹെയർ, ദേർ, മൈ. ഓക്കെ, അവേഴ്സ് വന്നാൽ ദേർ. OURS. അവേഴ്സ് വന്നാൽ എന്താണ്? ദേസ്. യുവേഴ്സ് വന്നാൽ ഹിസ്, ഹെയർ, ദേർ. എനിക്ക് ടെസ്റ്റ് കിടക്കണമെന്നാണ്. മൈസെൽഫ് വന്നാൽ ഹിംസെൽഫ്, ഹെയർസെൽഫ് കേട്ടോ. അവർ സെൽഫ് വന്നാൽ ദംസെൽഫ്. യുവർ സെൽഫ് വന്നാൽ ഹിംസെൽഫ്, ഹെയർസെൽഫ്. യുവർ സെൽഫ് വന്നാൽ യുവർ സെൽഫ് SILF വന്നാലുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പം യുവർ സെൽഫ് SCLVS വന്നാൽ ദംസെൽഫ് THEMSELVS കേട്ടോ. അസറ്റീവ് സെന്റൻസിലെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിൽ വെർബ് സ്ഥാനത്ത് സെഡ്, ടോൾഡ്, അനൗൺസ്മെന്റ്, ഡിക്കേർഡ്, അസെറ്റൻഡ്, റിമാർക്കഡ് ഇവയിലൊന്നും ഉപയോഗിക്കണം. മിക്കവാറും സെഡ് അല്ലെങ്കിൽ ടോൾഡ് ആണ് ചേരുന്നത് 95% കേട്ടോ. അസറ്റൻഡ് സെന്റൻസ് വരുമ്പോൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിൽ സ്ഥാനത്ത് എന്താണ്? സെഡ്, ടോൾഡ്, അനൗൺസ്ഡ്, ഡിക്കേർഡ്, അസറ്റൻഡ് ഒക്കെ എന്താണ് ചേർക്കണം. ഇതിൽ ഏതിലൊന്നും ഉപയോഗിക്കണം. മിക്ക സമയം സെഡ് അല്ലെങ്കിൽ ടോൾഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്ററോഗേറ്റീവ് സെന്റൻസില് ക്വസ്റ്റ്യൻ വേർഡില് ദ മദർ സെഡ് ടു ഹിം വൈ ഡു നോട്ട് യു ഗോട്ട് എ സ്കൂൾ. മദർ ആസ്ക്ഡ് ഹിം വൈ ഹി ഡിഡ് നോട്ട് ഗോ ടു ദ സ്കൂൾ. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഒന്ന് സെഡ് അല്ലെങ്കിൽ സെഡ് ടു മേ ബി ചേഞ്ച് ടു എന്താവും? ആസ്ക്ഡ് ഓർ എൻക്വയർഡ് ഓഫ്, ഡിമാൻഡഡ് ഓർ വാണ്ടഡ് ടു നോ. സെഡ് ഓർ സെഡ് ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താണ് ചേർക്കേണ്ടത്? ഒന്നെങ്കിൽ ആസ്ക്ഡ്. നമ്മളിപ്പോ മദർ ആസ്ക്ഡ് എന്ന് ചോദിച്ചാണ് ആസ്ക്ഡ്, അല്ലെങ്കിൽ എൻക്വയറിഡ് ഓഫ്, അല്ലെങ്കിൽ ഡിമാൻഡഡ്, വാണ്ട് ടു നോ. നമുക്ക് ഇതൊക്കെ ചേർക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ആടെ ക്വസ്റ്റ്യൻ വേർഡ്. മൂന്നാമത്തെ സ്റ്റെപ്പിന് ഇന്റർചേഞ്ച് ദ സബ്ജക്ട് ആൻഡ് ഓക്സിലറി വെർബ്. സബ്ജക്റ്റും ഓക്സിലറി വെർബും നമ്മൾ ചേഞ്ച് വരുത്താം.
പ്രൊണൗൺസ് ചേഞ്ച് ഉണ്ടാക്കാം, ടെൻസ് ചേഞ്ച് വരുത്താം, ഒമിറ്റഡ് കോമ ഒമിറ്റ് ചെയ്ത് കളയാം, ഇൻവെർട്ടഡ് കോമ, ക്വസ്റ്റ്യൻ മാർക്ക് ഇതൊക്കെ എടുത്ത് കളയാൻ പറ്റും. ഓക്കെ, അടുത്ത ഓച്ചറി വെർബിൾസിന്റെ ഫോമിലാണ്. ഇപ്പം ക്വസ്റ്റ്യൻ വേർഡിന്റെ ഫോമിൽ നമ്മൾ ചേർത്ത്. ഇനി ഓച്ചറി വെർബ് ആണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? സെഡ് ഓർ സെറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങോട്ട് മാറ്റാതാ? ആസ്ക്ഡ് അല്ലെ എൻക്വയർഡ് ഓഫ് അല്ലെ ഡിമാൻഡ് അല്ലെ വാണ്ടഡ് ടു നോ. അന്നേരം എന്ത് ചെയ്യാം? ആഡ് ഇഫ് ഓർ വെദർ. നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ഇഫ് ഓർ വെദർ ചേർക്കാം. പിന്നെ എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ദ സബ്ജക്ട് ആൻഡ് ഓബ്സർവ് വെർബ്. സബ്ജക്റ്റിനെയും ഓബ്സർവ് വെർബും നമ്മൾ ചേഞ്ച് വരുത്താം, പ്രൊനൗൺസിൽ ചേഞ്ച് വരുത്താം, ടെൻസ് ചേഞ്ച് വരുത്താം, ഒമിറ്റഡ് കോമ ഇൻവെർട്ടർ കോമയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് കളയാൻ പറ്റും. എക്സാമ്പിൾ, he said to me have you done your homework. he said to me have you done your homework. നമുക്ക് എന്ത് ചെയ്യാം? he asked me if or whether ചേർക്കാൻ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം? if I had done my homework. if I had done my homework. Okay. ഇംപ്രസീവ് സെന്റൻസിലാണെങ്കിൽ അല്ലെ പോസിറ്റീവ് ഇംപ്രസീവ് എന്താ? സെറ്റ് വരുമ്പോ നമുക്ക് ഓർഡേർഡ് ആക്കാം, റിക്വസ്റ്റഡ് ആക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? ഓർഡേർഡ് ആക്കാം, റിക്വസ്റ്റഡ് ആക്കാം, കമാൻഡഡ് ആക്കാം, അഡ്വൈസ്ഡ് ആക്കാം, ടോൾഡ് ആക്കാം, ആസ്ക് ആക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. പോസിറ്റീവ് ഇമ്പാക്റ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ തുടർന്ന് വരും, ബി ആയി തന്നെ. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലോ നോട്ട് ടു ആർക്കും. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് തന്നെ പോകും, നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ടു ആക്കും. ഓക്കെ, അഡ്വർബ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാനും ടെൻസിലേക്ക് കേട്ടോ. ഒരു സെന്റൻസിൽ തന്നെ അഡ്വൈസ്മെന്റ് ഇംപ്രസീവ് എലമെന്റ് ഉണ്ടെങ്കിൽ ഇംപ്രസീവിന് അതിന്റെ നിയമം അനുസരിച്ചും അസറ്റീവിന് എന്ത് ചെയ്യണം? അതിന്റെ നിയമം അനുസരിച്ചും ചേഞ്ച് ചെയ്യണം. എക്സ്ക്ലമേറ്റീവ് സെന്റൻസ് ചേർക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സിലാണെങ്കിൽ പിന്നെ എന്താണ്? ഇന്റർജൻഷനിലാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന വ്യത്യാസം എന്താ? സെഡ് ഓർ സെറ്റു എന്നായിരിക്കുമല്ലോ ചോദ്യത്തിൽ. അത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എക്സ്ക്ലെയിംഡ് അല്ലെ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്, എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വണ്ടേർഡ്, സർപ്രൈസ്ഡ്, ക്രൈഡ് ഔട്ട്, വിഷ്ഡ് എന്നുള്ള രീതി മാറ്റാം. ക്വസ്റ്റ്യൻ വേർഡ് സ്റ്റാർട്ട് ചെയ്യണം ആണെങ്കിൽ ആ സെന്റൻസ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ മാറ്റണം. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാറ്റുക, സെഗ്മെന്റ് എന്ത് കേട്ടോ? വെരി, വണ്ടർഫുൾ, ഹെവി, എക്സെട്ര തുടർന്ന് ഉചിതമായ വാക്കുകൾ കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇന്റർജസ്റ്റീവ് വേർഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർജസ്റ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് ദാറ്റ് ചേർക്കണം. എന്ത് ചെയ്യണം? ദാറ്റ് ചേർക്കണം. നമുക്ക് എന്തിനു പകരാ? ഈ എസ്റ്റിമേറ്റ് വിത്ത് ജോയ്, സർപ്രൈസ് ഇതിനൊക്കെ പറയുന്നത് ദാറ്റ് ചേർക്കണം. ഓക്കെ, സെഡ് സെറ്റു ചേർക്കുമ്പോ എന്താണ്? വേർഡ് നോക്കി ചേർക്കണം, അതിനുശേഷം ടെൻസ് ചേഞ്ച് ചെയ്യണം. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റഡ് അവർ BCR സെഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൊക്കാബുലറി നിങ്ങൾ തന്നെ നോക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് ഡൺ അല്ലേ? ഡൺ ഇറ്റ്. BCR കംപ്ലീറ്റഡ്. നമ്മൾ BCR റിവിഷൻ കംപ്ലീറ്റ് ആക്കേണ്ട, റിവിഷൻ എന്താണ്? കംപ്ലീറ്റ് ആക്കി മാറ്റേണ്ട. സോ 29/12/2023 നമ്മൾ എന്താക്കി? BCR കംപ്ലീറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 മാർക്ക് കംപ്ലീറ്റ്. 14 നോക്കണ്ട, നിങ്ങൾ 36 കംപ്ലീറ്റ് ആക്കി വിചാരിച്ചാൽ 4 മാർക്ക് എന്താണ്? വൊക്കാബുലറി ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ 36 മാർക്കിനുള്ള റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 36 മാർക്കിനുള്ള റിവിഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഉറപ്പായിട്ട് ചോദിക്കണം. എന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 8921240354. ഓക്കെ, നമ്മൾ CA റിലേറ്റഡ് ആയിട്ടും CMA റിലേറ്റഡ് ആയിട്ടും BCom റിലേറ്റഡ് ആയിട്ടും ഉള്ള ക്ലാസ്സസ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. പ്ലസ് ടു മാത്സ് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? പ്ലസ് ടു മാത്സ് നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, CA CMയ്ക്കകത്തൊക്കെ നമ്മള് എന്താണ് അക്കൗണ്ട്സും മാത്സ് ആണ് എടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ എടുക്കണ്ട? ടൈം മാനേജ്മെന്റ് കോഴ്സ് എടുക്കണ്ട, ആർക്കൊക്കെ സ്റ്റുഡൻസിന് എടുക്കുന്നുണ്ട്, പ്രൊഫഷണൽസിന് എടുക്കണ്ട. മണി മേക്കിംഗ് സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട്. എന്താ? ലോ കോസ്റ്റിലും തുടങ്ങാവുന്നു,
കുറച്ച് ഹൈ കോസ്റ്റ് തുടങ്ങാവുന്ന രീതിയിലൊക്കെ ആളുകൾ ഡിഫറെന്റ് ആയി പഠിപ്പിക്കുന്നുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേസിക്സ് ഓഫ് അക്കൗണ്ട്സ് പഠിപ്പിക്കുന്നുണ്ട്, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന രണ്ടും കോംബോ ആയിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രാഫിക്സ് ഡിസൈനിങ് ക്യാൻവ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. യൂട്യൂബ് മാസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. ലോഞ്ച് ചെയ്യാനുണ്ട് കുറെ. ഓക്കെ, പ്രധാനമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഏതാണ്? CA-CMA കാര്യമായിരിക്കും അല്ലെ? CMA അല്ലേ പഠിക്കുന്നത്? ഓക്കെ, ACCA CS പഠിപ്പിക്കാറില്ല. പക്ഷെ ഇതിലൊക്കെ മാത്സിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, മെയിൻ ഫോക്കസ് CA-കാർക്കാണ്. CA-CMA ആണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ എന്ത് ചോദിക്കാം മക്കളെ. എക്സാമിനെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ബൈ, വിഷ് യു ഓൾ ബെസ്റ്റ്.